നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപൂർവമായ രാജയോഗവും ധനയോഗവും വന്നു ചേരുന്ന 5 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയും അതുവഴി കടന്നു വരുന്ന കുറച്ച് രാശിക്കാർ. അതിലൊന്നാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം, ഉത്രം, പൂരം എന്നീ നക്ഷത്ര ജാതകർ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ധനപരമായ സമൃദ്ധിയും വലിയ ഉയർച്ചയുടെയും സമയമാണ് ഇവർക്ക് കടന്നു വരുന്നത്. പ്രധാനമായും ജോലിയില്ലാത്തവർക്ക് ജോലി, നല്ല വീട്, ഭവനം എന്നിവയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ നടത്തേണ്ടതായ ചെറിയൊരു വഴിപാട് കൂടെയുണ്ട്. തുളസിപ്പൂവ് കൊണ്ട് ഒരു അർച്ചന നടത്തുക, പാൽപ്പായസം നിവേദിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്ര ജാതകർ. ധനപരമായ വലിയ പുരോഗതി നിങ്ങൾക്കുണ്ടാകും. ലോട്ടറി ഭാഗ്യമുണ്ടാകും. പുതിയ ജോലി, വീട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള യോഗം ഇവയൊക്കെ വന്നു ചേരും. വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, അനിഴം എന്നീ നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വലിയ പുരോഗതി വന്നു ചേരും. സാമ്പത്തികപരമായിട്ട് നേട്ടവും ഉയർച്ചയും ഉണ്ടാകും. കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യമുണ്ടാകും. ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങൾ മാറി സൗഹൃദപരമായി ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. നാലാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് മകരക്കൂറുകാരാണ്. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സാധ്യമായി നടക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകും. അഞ്ചാമത്തേത് മീനക്കൂറുകാരാണ്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യമാണ്. അതായത് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകും. നിങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊരു മോചനമുണ്ടാകും. ധാരാളം സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അതായിട്ട് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും നിങ്ങൾ കണ്ണനൊരു പാൽപ്പായസം നടത്തുക, മഹാസുദർശന യന്ത്രം ധരിക്കുകയും വേണം. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. ഒത്തിരി ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രാശിക്കാർ. ഈ രാശിക്കാരെയും മറ്റു രാശിക്കാരെയും ഈശ്വരൻ അതിസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.